ആ കനക ഇന്നലെ മറ്റേ കരള് കൊണ്ടുപോയിട്ട് എങ്ങനെയുണ്ട്? ഓ കരളിന്റെ കാര്യമൊന്നും പറയണ്ട. അതെങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ പൂച്ചോട് വെക്കണം. അയ്യോ പൂച്ച? എല്ലാം പൂച്ച നടന്നല്ലേ? പൂച്ച നിന്നാ? ആന്ന്. നല്ല സൂപ്പർ സാധനം ഇരുന്നിട്ടത്. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവള് നല്ല കുരുമുളക് ഇട്ട് ഫ്രൈ ചെയ്ത് നല്ല സൂപ്പറായിട്ട് ഇങ്ങോട്ട് തന്ന്. അത് മുഴുവൻ പൂച്ച തിന്നാ? ആടോ മുഴുവൻ തിന്നാ പോയി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ആ ജമന്തിയുടെ പണിയാണ്. ഈ പൂച്ച വരുമ്പോ അതിന് കണ്ട സാധനങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പൂച്ച ആ ഏരിയന്ന് വിട്ടുപോകും. എവിടെ? ഇപ്പൊ വീട്ടിന്റെ അകത്ത് കൂടിയും പുറത്തു കൂടിയും ഒക്കെ ഈ പൂച്ചയാണ്. അത് ശരി. അപ്പൊ വളർത്തണ പൂച്ചയാണോ? അല്ലാതെ ഒരു കാടൻ പൂച്ച ഏതിലൊക്കെയോ തെണ്ടി തിരിഞ്ഞ് നടക്കണ പൂച്ച. അത് ശരി. അതിപ്പോ സത്യം പറഞ്ഞപ്പോ വീട്ടിനകത്തായി പോയി. ഈ കാടൻ പൂച്ചക്കുള്ളൊരു കുഴപ്പം എന്താണെന്നറിയാമോ? എന്തെങ്കിലും തിന്നാൻ കിട്ടണ വീട്ടിൽ നിന്ന് അത് പോകൂല. ആ ക്ലീറ്റസും ഇവളൊക്കെ തന്നെയാണെന്ന് അതിനെ വളർത്തുന്നത്. പറഞ്ഞാലും കേൾക്കൂല. ഭക്ഷണ സാധനങ്ങളും തുറന്നു വെക്കും, വാതിലും തുറന്നു മനത്തിയിടും. അല്ലായാലും പൂച്ചക്ക് പൂച്ചാലായി നല്ല സൂപ്പർ കരളാർന്നത്. അതിനെങ്ങനെ ഇനി അത് അധികം വല്ലാണ്ട് വാഴില്ല. അതിനെ ഞാൻ കൊല്ലും. അയ്യോ പൂച്ചനെ കൊല്ലല്ലേട്ടാ. എന്താണ്? പൂച്ചനൊക്കെ ഒന്ന് ഇങ്ങനെ കൈ വിറക്കാൻ തുടങ്ങും. നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പറ്റില്ല. ഇങ്ങനെ 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 കാണിക്കും. കൊലക്കട മൂടാണ് സത്യമായിട്ടോ. എനിക്കറിയാവുന്ന ആളുകളുണ്ട്. എന്ത് പൂച്ച കൊന്നാലോ? ഒന്ന് പോടാ. എടാ പൂച്ചനെ കൊന്ന കൈ വിറക്കോട്ടെ. കൊല്ലാൻ നിൽക്കണം. നീ ഒരു പണിയായി അതിനെങ്ങനെയെങ്കിലും പിടിച്ചിട്ട് ഒരു ചാക്കിൽ കെട്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങോട്ട് കള. പിന്നെ ആ ശല്യം ഉണ്ടാവില്ല. എന്ത് വന്നാലും വേണ്ടില്ല, അതിനെ ഞാൻ ഉറപ്പായിട്ടും തല്ലിക്കൊല്ലും. കൈ ഇതിൽ വറച്ചാലും കുഴപ്പമില്ല എനിക്ക്. എന്നാ പിന്നെ വേറൊരു വഴിയുണ്ട് കൈ വിറക്കാത്തത്. കുറച്ച് എലിവിഷം മേടിച്ചങ്ങോട്ട് വെച്ചാൽ മതി, പൂച്ച ചത്തോളും. എടാ പൊട്ട, എലിവിഷം വെച്ച എലിയല്ലേ ചാവൂ, പൂച്ച ചാവുവോ? പൂച്ച എടാ എലിവിഷം നിന്നാ മനുഷ്യൻ വരെ ചാവും. പിന്നെ ഈ എലിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടാണ് എലിവിഷം എന്ന് പറയണ. ആര് തിന്നാലും ചാവും അത്. നീ വെച്ചു നോക്ക്. ആണോ? പിന്നെ വെച്ചു നോക്ക്. എലിവിഷം വെച്ചാൽ മതി. എന്നു പോകുമ്പോ ഞാൻ ഒരു പാക്കറ്റ് എലിവിഷം വാങ്ങും, ഉറപ്പാ. എന്നിട്ട് അതിലൊരു കുഞ്ഞ് കഷ്ണം എടുത്തിട്ട് ക്ലീറ്റസിനും വെക്ക്. അപ്പൊ രണ്ട് ശല്യം ഒന്നിച്ച് അങ്ങോട്ട് തീർന്നോളും. നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ സർവീസ് ഓവർ താന്ന് കിടക്കുകയാണ് സാർ. സർവീസ് ഓവർ ഉണ്ടല്ലോ നമ്മളെ വീട്ടിലേക്ക് വരണം. ആ സർവീസ് ഓവർ താന്ന് കിടക്കുകയാണ്. അതൊന്ന് വലിച്ചു കെട്ടണം. അത് ഇവിടെ കംപ്ലൈന്റ് എഴുതി വെക്കണം കേട്ടാ. ഞാൻ 2-3 പ്രാവശ്യം വന്നതാണ് സാർ ഇവിടെ. അയ്യോ, അപ്പൊ കംപ്ലൈന്റ് എഴുതി വെച്ചില്ലേ? കംപ്ലൈന്റ് ഒന്നും കൊടുത്തിട്ട് ഇവിടെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ചേട്ടൻ ആ കംപ്ലൈന്റ് ബുക്കിൽ എഴുതി വെക്കണം. പിന്നെ അല്ലെ ഞങ്ങൾ പോയി എന്ത് പണിക്ക് പോണേന്ന് ഇവിടെ അറിയാൻ പറ്റൂല. അത് എങ്ങനെ വല്ലാണ്ട് താന്ന് കിടക്കണ്ട? കുറെ താന്ന് കിടക്കും. കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതാണ് സാർ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാൻ വരുന്ന വഴി ഇതിൽ വരാം. അതെ ചേട്ടാ, വീട്ടിൽ മറ്റേ അഴ ഇതുണ്ടായത് മറ്റേ തോട്ടി വെച്ചിട്ട് ഇങ്ങനെ കുത്തി പൊക്കി വെക്ക് തൽക്കാലം. പിള്ളേരെ അത് മൂഞ്ഞാലടിക്കണ്ട, അപകടം കേട്ടാ. വരുന്ന വഴി ഇതിൽ വരാം. ഓഫീസ് വിട്ട് വരുന്ന വഴി ഇതിൽ വരാം. ഇന്നേ വേറെ കുറച്ച് പണിയുണ്ട്. ഒരു പൂച്ച അല്ല വേറെ പണിയൊക്കെ ഉണ്ട്. വരാം. ശരി, ഓക്കെ. എന്റെ ഈ വെള്ളയും നിനക്ക് പുച്ഛമല്ലേ? പുച്ഛം. എന്നാ നിന്റെ ആങ്ങളുടെ കാക്കിയും ഇത് രണ്ടും തമ്മിലുള്ള വിലയുടെ മഹത്വം നീ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിടിക്കേ. ചെമ്മീൻ. വെറും ചെമ്മീനല്ല, അല്ല അസല് ചെമ്മീൻ, നാടൻ. ഇത് ഞാൻ പോയ വഴിക്ക് കിടക്കായിരുന്നു. മാർക്കറ്റിൽ നിന്നടി. നല്ല വിലയൊക്കെയാണല്ലോ. എവിടുന്നാ ക്ലീറ്റോ കാശ്? ഇതുപോലെ നിന്റെ ആങ്ങളെ കുറച്ച് ദിവസം മുമ്പ് മേടിച്ചോണ്ടെന്നല്ലോ 1 കിലോ 500 രൂപയ്ക്ക്. ഇത് 2 കിലോയാണ് 500 രൂപയ്ക്ക് ഞാൻ മേടിച്ചേക്കണേ. അതാണ് ഈ ഡ്രസ്സിന്റെ ആ ഡ്രസ്സിന്റെ തമ്മിലുള്ള വ്യത്യാസം. 2 കിലോ 500 രൂപ? എന്ത് വിശ്വസിക്കാൻ പറ്റണില്ലേ? അന്ന് ഇനി മുതൽ എന്നും ക്ലീറ്റോ മാർക്കറ്റിൽ പോയാൽ മതി, നമുക്ക് ലാഭം കിട്ടൂല പൈസ. പിന്നെ ക്ലീറ്റോ അങ്ങനെ മാർക്കറ്റിൽ കയറി ഇറങ്ങാനുള്ള ആളല്ലേ ക്ലീറ്റോ. വല്ലപ്പോഴൊക്കെ ഇതുപോലെ പോകും. ചെറുത ഉടനെ മാർക്കറ്റിൽ പിള്ളേരല്ല നമ്മുടെ സജീറും റഷീദും അവന്മാരും മമ്മൂദും ഒക്കെ കൂടെ എനിക്ക് അറിയൂടാ. പിന്നെ എന്ത് ചെയ്യാൻ നോക്കിയപ്പോ കൊഞ്ച് ഇരുന്നത് നമ്മുടെ സജീറിൻ്റെയിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചേ കൊഞ്ച് എന്താ വില? കാരണം ഇവനെന്ന് 500 എന്ന് പറഞ്ഞല്ലോ. അപ്പം അവൻ പറഞ്ഞു 250 രൂപ ക്ലീറ്റോ ചേട്ടാ. അപ്പൊ എനിക്ക് അവനിനി കള്ളം പറഞ്ഞായിരുന്നു. പക്ഷെ അതല്ല, അവനെ പറ്റിച്ചതാ. അവനിത് വല്ല അറിയാമോ? മാർക്കറ്റിൽ കയറി മീനും വല്ല വാങ്ങാനോ പിടിക്കാനോ അറിയാമോ? ഇതിപ്പേ അധികം ഉണ്ടല്ലോ. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ച് നമുക്ക് എടുത്തിട്ട് ബാക്കി അവർക്കും കൊടുക്കാം. എങ്ങനെ? നീ ഇപ്പൊ അങ്ങനെ കൊടുക്കണ്ട കേട്ടോ. ക്ലീറ്റോ ഇത് ഇത്രയില്ലേ? ക്ലീറ്റോ ഇതെന്തിനാ നമുക്ക് ഇത്രയും മീൻ? വേണ്ട, ഇത് ഞാന് കൊഞ്ച് തീയല്, കൊഞ്ച് വറ്റിച്ചത്, കൊഞ്ച് ഫ്രൈ, ഇതിന് 3നും വേണ്ടി കൂടെ മേടിച്ചാണ് കേട്ടാ. അതങ്ങനെ വല്ലവർക്കും കൊടുക്കണ്ട. എടി, അവൻ മട്ടൻ ലിവർ കൊണ്ടുവച്ചിട്ട് നമ്മളോടൊരു വാക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങോട്ടില്ലാത്തത് അങ്ങോട്ടും വേണ്ട കേട്ടോ.
കൊണ്ടുപോയി റെഡിയാക്കി. ലേറ്റ് അവർക്ക് കൊടുക്കാതെ. ആ അവർക്ക് കൊടുക്കണ്ട, നീ അങ്ങോട്ട് വേണമെങ്കിൽ വേവിക്കും. ഓ ഇവിടെ നോക്കിയേ. ഓമ്പോ അതിനിടയ്ക്ക് ഈ രൂപത്തിലായി. ആ ഇനിയിപ്പോൾ വലിച്ചൊന്നും കെട്ടണ്ട, അവർക്കൂടെ കുറച്ച് കൊടുക്ക്. എന്നാ പിന്നെ കറി വെച്ചിട്ട് ഇച്ചിരി കൊണ്ട് കൊടുക്കാം. നീ കണി വെച്ചിട്ട് ഇപ്പോൾ കൊടുക്കണ്ട, ഞാൻ പറഞ്ഞ അങ്ങോട്ട് ചെയ്താൽ മതി. അവർക്ക് പിന്നെ വേറെ എന്താ ജോലി? അവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, തീയും ഗ്യാസും ഒക്കെ, മല്ലിപ്പൊടി മുളപ്പൊടി അതൊക്കെ എടുത്ത് ചിലവാക്കിയിട്ട് അങ്ങോട്ട് വെക്കട്ടെ. കുറച്ചങ്ങോട്ട് കൊടുക്ക്. പിന്നെ ഇനി കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ ഇനി അവർക്ക് വേവിച്ച് കൊടുക്കണം പോലും. ചട്ടിയിലോട്ട് ഇടട്ടെ. അവനങ്ങനെയുള്ള ചിന്തയൊന്നുമില്ലല്ലോ. നമ്മൾ വേവിക്കുക, കൊടുക്കുക, ഇതൊക്കെ നമുക്ക് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുന്നു തോന്നുന്നില്ല. ചെറിയ ക്ഷീണം. കറി എന്താ വെച്ചു? സാമ്പാർ. സാമ്പാർ. ഇതല്ലാതെ വേറെ ഒന്നും അറിയില്ലല്ലേ എന്റെ മോക്ക്? അത് ഇഷ്ടായതുകൊണ്ടല്ലേ. എന്താ എന്നാ ഇച്ചിരി ചെമ്മീൻ. ഇതെവിടുന്നോ? അത് ക്ലീറ്റോ മേടിച്ചിട്ടുണ്ടോന്നാ? വേണ്ടായിരുന്നു. എന്താ ഇനിയിപ്പൊ ഇത് നന്നാക്കണ്ടേ? വേണ്ടടി, അത് നന്നാക്കൊന്നും വേണ്ട. അതിനോട് പറഞ്ഞത് തന്നെ അങ്ങ് കറി ആയിക്കോളും. അല്ല നാത്തും വയ്ക്കണില്ലേ? ഞാൻ നോക്കുന്നുണ്ട്. എന്നാ പിന്നെ അതിന്റെ കൂടെ കുറച്ചെനിക്ക് നന്നാക്കിത്താ. നിനക്ക് എന്താ ചമന്തി മേലനങ്ങാൻ പാടില്ലാത്തോണം? ഭയങ്കര മടിച്ചേവരാട്ടോ നീ. അതെങ്ങനെയാ അവന് ഓരോന്നീ കടയിൽ നിന്ന് മേടിച്ചു കൊടുത്ത് വഷളാക്കിയോളെ കൊണ്ടടി. നാത്തൂര് എങ്ങനെ വെക്കാൻ പോണേ? ഞാൻ ഇച്ചിരി റോസ്റ്റ് ചെയ്യും, പിന്നെ കുറച്ചെടുത്ത് ചക്കക്കുരും മാങ്ങയും ചെമ്മീനും കൂടി വെക്കും. അപ്പൊ പിന്നെ എനിക്കിനി വയ്ക്കാനൊന്നും ഇല്ലല്ലോ. അവിടുന്ന് വെക്കണ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. അതാ ഞാൻ പറഞ്ഞേ. എന്താ അവിടെ വെക്കണത് ഇവിടെ വെക്കാൻ പാടില്ലേ? ദേ മോളൊരു കാര്യം ചെയ്യും, അത് നന്നാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പറ്റിച്ച് വെക്കും ഉപ്പിട്ട്. എന്നിട്ട് അവൻ വരുമ്പോ ചോദിക്ക എന്ത് ചെയ്യണം എന്ന്. അവന് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി കൊടുക്ക്. പറ്റുമോ? എന്നാ ചെല്ല്. ജലദോഷം. ജലദോഷം അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കരുത്. പച്ചച്ചെമ്മിനാ, ഇല്ല, അതിന്റെ രുചി പോകും. മടിച്ചിക്കോറ. രാവിലെ അവിടെ പോയിട്ട് വരണേ? എന്താ കളി? ഞങ്ങള് രാവിലെ തന്നെ എവിടെ പോയി? രാവിലെ പോയതല്ല, ഇന്നലെ രാത്രി പോയതാ. എവിടെ പോയി? ആശുപത്രിയില്. ആശുപത്രിയിലോ? ഓ ഒന്നും പറയണ്ടല്ലയാ. അല്ല രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നേ. ഒരു 12 മണി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഛർദിലും വയറിനും ഒക്കെ ആകെ പ്രശ്നമായി. പിന്നെ റോഡിൽ ഇറങ്ങി കിട്ടിയ ആട്ടോയിൽ ഞങ്ങൾ ആശുപത്രിയിലെത്തി. എന്നാ പിന്നെ വിളിച്ചൂടെ ഞങ്ങൾക്ക്? വാ, എത്ര നേരം വിളിച്ചു? ഒരെണ്ണം എഴുന്നേക്കണ്ടേ? ഡോക്ടർ അറിയപ്പോ ഫുഡ് പോയിസണാന്ന്. ഫുഡ് പോയിസണാ? അപ്പൊ വയറിന് പറ്റാത്ത എന്താ നിങ്ങൾ കഴിച്ചത്? ആ ചെമ്മീൻ തിന്നില്ല ഇന്നലെ. ചെമ്മീൻ തിന്നിട്ടാ? അല്ല, നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലേ? ഓ നമ്മക്ക് അതിന് ചെമ്മീൻ തിന്നാനുള്ള യോഗമൊന്നുമില്ലല്ലോ. പോടാ അവിടുന്ന്. ഇന്നലെ ഞാൻ ഇവളുടെ കയ്യിൽ ചെമ്മീൻ കൊണ്ടേ കൊടുത്തതല്ലേ. അത് ഞാൻ നന്നാക്കാൻ വേണ്ടി പാത്രത്തിൽ വെച്ചില്ലേ, അത് മുഴുവൻ ആ പൂച്ച തിന്നു. ആ കുറിച്ച കേട്ടവൻ. ഓ എന്നാലും എന്റെ ജമന്തി നമ്മൾ രക്ഷപ്പെട്ടുട്ടാ. അളിയൻ പറഞ്ഞത് വളരെ കറക്റ്റാ. നമുക്ക് വരുന്ന ചില ആപത്തുകളൊക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലെയുള്ള പൂച്ചകളൊക്കെ ഉണ്ടാകും കുറെ അങ്ങ് തട്ടി നീങ്ങി പോകുന്നു പറഞ്ഞില്ലേ, വളരെ ശരിയാ. ഇല്ലെങ്കിൽ ഞങ്ങളും ആശുപത്രി കിടക്കേണ്ടി വന്നേനെ. ഒന്നും ചെയ്യരുത്, മിണ്ടപ്രാണിയാണ്. Versus Alien.